إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يثبت الله الذين آمنوا بالقول الثابت. أيها الناس ഊസിക്കും വയ്യായ അവലംബിതക്കുള്ള അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മുത്തഖിയായി മുഅ്മിനായി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയുടെ, ഒരു മുഅ്മിനിന്റെ വിശ്വാസ കാര്യങ്ങൾ 6 കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. അർക്കാനുൽ ഈമാൻ എന്നതാണ് ആ 6 ഈമാൻ കാര്യങ്ങൾ. ഏറ്റവും ചെറിയ മതപഠന ക്ലാസ്സുകളിൽ മദ്രസ കാലഘട്ടം തൊട്ട് എണ്ണിപ്പഠിക്കുകയും പാടിപ്പഠിക്കുകയും ഒക്കെ ചെയ്ത നമ്മുടെ അടിസ്ഥാന വിശ്വാസമാണ് ആ 6 കാര്യങ്ങൾ. ആ 6 കാര്യങ്ങൾ യഥാവിധി വിശ്വസിച്ചവർക്ക് മാത്രമേ പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. പിന്നീട് അവന്റെ മലക്കുകളിലുള്ള വിശ്വാസമാണ്. കിതാബുകളിലുള്ള വിശ്വാസമാണ്. നബിമാരിലുള്ള വിശ്വാസമാണ്. അന്ത്യനാളിലുള്ള വിശ്വാസമാണ്. അതുപോലെ ഖദറിലുള്ള വിശ്വാസം, അഥവാ നന്മയും തിന്മയും വന്നു ഭവിക്കുന്നത് അള്ളാഹുവിന്റെ ഇടപെടലുകൾ മൂലമാണ് എന്ന് വിശ്വസിക്കലാണ്. ഇതിൽ അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ അഥവാ അന്ത്യദിനത്തിൽ ഒരാൾ വിശ്വസിക്കൽ, ഖിയാമത്ത് നാളിൽ ഒരാളുടെ വിശ്വാസം, ഓരോ വിശ്വാസങ്ങൾക്കും അടിസ്ഥാനപരമായ അർക്കാനുൽ ഈമാനിലെ ഈമാനിന്റെ ഏറ്റവും മൂലവിശ്വാസങ്ങളായ 6 എണ്ണത്തിന്റെ ഓരോന്നിന്റെയും കീഴിൽ ഉപവിശ്വാസങ്ങളായി, ഫുറൂഇയായി, ഉപവിശ്വാസങ്ങളായി വേറെയും ഹദീസുകളിലും പ്രമാണങ്ങളിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതൊക്കെയും വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈമാനിന്റെ 6ഉം വിശ്വസിച്ചു എന്ന് പറയാൻ സാധ്യമാവുകയുള്ളൂ. അല്ലാതെ ഈമാൻ അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്ന് മാത്രം വിശ്വസിച്ചാൽ അതോടുകൂടി പൂർത്തിയാവുന്ന ഒന്നല്ല. മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മലക്കുകളിലുള്ള വിശ്വാസവും പൂർത്തിയാവുന്നില്ല. കിതാബുകൾ ഉണ്ട്, അതിൽ തന്നെ 4 എണ്ണം ഖുർആൻ പേരെടുത്ത് പറഞ്ഞവയുണ്ട് എന്നതിൽ പരിമിതപ്പെടുത്തി അത് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അവിടെ തീരുന്നതല്ല ആ അർക്കാൻ. ഈ പറയുന്നതിൽ ഓരോ വിശ്വാസവും രൂഢമൂലമായി അതിൻ്റെ ഉള്ളിൽ ഉപവിശ്വാസങ്ങളായി അതൊക്കെ എന്ത് എന്ന് വിശദമായി കൊണ്ട് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലൊക്കെ ഗ്രാഹ്യതയും
അതുപോലെ തന്നെ വിശ്വാസവും ഒരാൾക്ക് കൈവരുമ്പോൾ മാത്രമേ ഈ വിശ്വാസത്തിന്റെ പിന്നിലുള്ള യഖീനിന്റെ, ഉറപ്പിന്റെ ഒരു തലത്തിലേക്ക് നമ്മുടെ ഹൃദയം പാകപ്പെടുകയുള്ളൂ. അപ്പോഴാണ് ഈമാൻ യഖീനായി എന്ന് പറയുക, ഈമാൻ നേരെ ചൊവ്വയായി എന്ന് പറയുക. ഈമാൻ ബിൽ യൗമിൽ ആഖിർ അഥവാ അന്ത്യദിനത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അവസാനം ഈ ലോകത്തിനൊരു അന്ത്യമുണ്ടെന്നും ആ അന്ത്യം നടക്കുന്നതോടുകൂടി പിന്നീട് കടന്നു വരുന്ന സംഭവ വികാസങ്ങളും ഒക്കെ ബന്ധപ്പെട്ടതാണ്. ലോകത്തിന് ഒരു അന്ത്യമുണ്ട് എന്ന് വിശ്വസിച്ച് അതിൽ പരിമിതപ്പെടുന്ന ഒന്നല്ല. ഒരുപാട് ഉപവിശ്വാസങ്ങൾ അതിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഘട്ടങ്ങളിലും ഒരു വിശ്വാസി വിശ്വസിക്കുകയും വേണം. അന്ത്യനാളിലുള്ള വിശ്വാസത്തിന്റെ അതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും സത്യവിശ്വാസികൾ വിശ്വസിക്കണം. അപ്പോഴാണ് അന്ത്യദിനത്തിൽ ഒരാൾ വിശ്വസിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ സാധ്യമാവുകയുള്ളൂ. ഞാൻ ഖബറിലൊന്നും വിശ്വസിക്കൂല, ഖബറിൽ മലക്കുകൾ വന്ന് ശിക്ഷിക്കുന്നത് അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നത് അന്ത്യദിനത്തിലുള്ള വിശ്വാസത്തിന്റെ നിഷേധമാണ്. ഖബറിൽ മലക്കുകൾ വലിയ ദണ്ഡുകൾ കൊണ്ടുവന്ന് പ്രഹരിക്കും, അതെനിക്ക് ബോധ്യപ്പെടുന്നില്ല. അന്ത്യനാളിലൊക്കെ വിശ്വാസമുണ്ട്, മരണാനന്തരം സ്വർഗ നരകവും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞതിൽ ഞാൻ വിശ്വസിക്കുകയില്ല. അത് കുഫ്റാണ്, അത് കുഫ്റാണ്, അത് മതനിഷേധമാണ്, പ്രമാണങ്ങൾ നിഷേധിക്കലാണ്. അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം നമുക്ക് ഉറക്കണം. അടിസ്ഥാന വിശ്വാസങ്ങളിൽ പിന്നെ സംശയം പാടില്ല. ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാകും. ഇത് യഖീനല്ല, ഉറപ്പല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ജാസിം എന്നാണ്, ഉറച്ച വിശ്വാസമാണ്. ഒരു സംശയവും ആ വിഷയത്തിൽ പാടില്ല. അതാണ് ഉറപ്പുള്ള വിശ്വാസം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഗൈബിയായ അദൃശ്യങ്ങളിലുള്ള ഉറച്ച വിശ്വാസം. അത് കൈവരുമ്പോൾ മാത്രമേ ആരാധനകൾ മുഴുവൻ ആസ്വദിച്ചും പ്രതിഫലേച്ഛയോടുകൂടിയും നമുക്ക് ചെയ്യാൻ സാധ്യമാവുള്ളൂ. എന്തേ സുബൈക്ക് വരാത്തത്? ഒരു ഉറപ്പ് കുറവാണത്, അല്ലെ? അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പേരുള്ള അമിതമായ വിശ്വാസം. അള്ളാഹു ഇതൊക്കെ പുറത്തോളും, എനിക്കും സ്വർഗം കിട്ടും എന്ന അതിരി കവിഞ്ഞ ഒരു കോൺഫിഡൻസ് ആണത്. അതുകൊണ്ടാണ് സുബൈക്ക് വരാൻ തോന്നാത്തത്. അതൊക്കെ പൊറുക്കും, എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചിലാവും, എല്ലാവരും പോകുന്നത് പോലെ ഞാനും രക്ഷപ്പെടും, ഈ ദുനിയാവിലൊക്കെ രക്ഷപ്പെടുന്നത് പോലെ ആരെങ്കിലുമൊക്കെ റസൂലിന്റെ ശഫാഅത്തിലും ഒക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ സ്വർഗത്തിലേക്ക് ആളുകൾ വേണ്ടേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ആരാ സ്വർഗത്തിലേക്ക് പോവുക? അങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഉറച്ച വിശ്വാസം നമുക്കില്ലാത്തത് കൊണ്ടാണ്. ഉറച്ച വിശ്വാസം വേണം. നോക്കൂ നിങ്ങൾ, അൽ ഈമാൻ ബിൽ യൗമിൽ ആഖിർ അന്ത്യനാളിലുള്ള വിശ്വാസത്തിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മരണത്തിലുള്ള വിശ്വാസമാണ്. അതിലാരും തർക്കിക്കാറില്ല, അതിലാർക്കും സംശയവും ഉണ്ടാകാറില്ല. എല്ലാവരും ഒരു നാൾ മരണം എന്ന് പറയുന്ന അലംഘനീയമായ വിധിക്ക് കീഴടങ്ങും. അതെന്താ? ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശരീരം നൽകിയത് പരീക്ഷണങ്ങളുടെ, ടാസ്കുകളുടെ, ദിനം പ്രതി ഓരോ ദിനങ്ങളിലേക്ക് കടക്കുമ്പോഴും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായ വ്യതകളും അനുഭവങ്ങളും അതുപോലെ തന്നെ പ്രതീക്ഷകളും സന്തോഷങ്ങളും ഒക്കെ തന്ന് മാറി മാറി അള്ളാഹു പരീക്ഷിക്കും. ഉള്ളിലുള്ള വിശ്വാസം അനുസരിച്ച് ആ മനുഷ്യൻ ജീവിക്കുന്നുണ്ടോ എന്നറിയാൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വില കൊടുത്ത് ജീവിക്കുന്നുണ്ടോ എന്നറിയാൻ അള്ളാഹു മാറി മാറിക്കൊണ്ട് സുഖദുഃഖങ്ങളിലൂടെ സമ്മിശ്രമായി പരീക്ഷിക്കും. അതാണ് ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും കേവലം നമ്മൾ നല്ലവരാണ് എന്നുള്ളതിനുള്ള സൂചന അല്ല. അള്ളാഹ് ഈ ദുനിയാവിൽ എമ്പാടും അനുഗ്രഹങ്ങൾ നൽകിയത് നമ്മളൊക്കെ നല്ലവരാണ്, നമുക്കൊരു കുഴപ്പമില്ല, നമ്മളിൽ ഒരു തെറ്റുമില്ല, അള്ളാഹ്ക്ക് നമ്മളെ പെരുത്ത് ഇഷ്ടമാണ് എന്നതിനുള്ള സൂചനയല്ല. വിശുദ്ധ ഖുർആൻ പരീക്ഷണത്തെ കുറിച്ച് പറയുന്ന 2 ആയത്തുകൾ നമുക്ക് സൂറത്തുൽ ഫജ്റിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വഅമ്മൽ ഇൻസാൻ എന്നാണ് അതിന്റെ തുടക്കം. എന്നാൽ മനുഷ്യൻ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു, നാം അവനെ പരീക്ഷിച്ചാൽ എന്നിട്ട് പറഞ്ഞു ഫഅക്രമഹു, അവനെ മാന്യനാക്കി, അവനെ ഉദാരനാക്കി, വനഅമഹു, അനുഗ്രഹങ്ങൾ കൊണ്ട് മൂടി. അപ്പൊ പരീക്ഷണം എന്നാണ് അതിന് ഉപയോഗിച്ചത്. വഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു, റിസ്ക് കുറഞ്ഞു കളഞ്ഞു, അത് പരീക്ഷണമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഒരു ദാരിദ്ര്യം വന്നപ്പോ പരീക്ഷണാണ്, പടച്ചോന്റെ പരീക്ഷണാണ്, അത് വേഗം ബോധ്യപ്പെട്ടു.
കുട്ടി ഹോസ്പിറ്റലിലാണ്, ബില്ല് അടക്കണം എന്ന് പറഞ്ഞ് അത് പിടിച്ച് കയ്യിൽ നടക്കുകയാണ്. അപ്പൊ പ്രാർത്ഥനയാണ്, അപ്പൊ പരീക്ഷണാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ ബിസിനസ്സിൽ വലിയ ലാഭം കിട്ടിയപ്പോ അത് ഓർമ്മ വന്നില്ല. അനുഗ്രഹം കിട്ടിയപ്പോ അതും പരീക്ഷണാണെന്ന് ചിന്തിച്ചില്ല. രണ്ടിനും ഒരേ വാക്കാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മരണമെന്ന് പറയുന്ന മനുഷ്യന്റെ മടക്കം അത് ഈ ദുനിയാവിൽ അള്ളാഹു പരീക്ഷണങ്ങൾക്ക് നൽകിയ ശരീരമാണ്. ആ ശരീരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വേർപെടുത്തും. ആത്മാവിനെയും ശരീരത്തെയും സമ്മേളിക്കുന്ന ഈ ജീവിതം, ആത്മാവും ശരീരവുമുള്ള ഈ ജീവിതം, അതിൽ നിന്ന് ശരീരത്തെയും ആത്മാവിനെയും രണ്ടിനെയും രണ്ടാക്കി തീർക്കും. അതാണ് മരണം. ആ മരണത്തിൽ അത് മനുഷ്യന്റെ ആദ്യ ഘട്ടമാണ്. ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെടും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാക്കളും എന്നാ പറഞ്ഞത്. എല്ലാ ആത്മാക്കളും മരണത്തിന് കീഴടങ്ങും, മരണത്തെ രുചി നോക്കും. അപ്പൊ അത് ഈമാൻ ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസത്തിന്റെ ഒരു പടിയാണ്. അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നതിന്റെ തന്നെ ഭാഗമാണ്. പിന്നീട് ഖബർ ജീവിതമുണ്ട്. മരണപ്പെട്ട എല്ലാ ആളുകൾക്കുമുള്ള ജീവിതമാണ് ബർസഖ് ജീവിതം. ബർസഖ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം മറ എന്നാണ്. എവിടുന്നുള്ള മറ? ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിന്നുള്ളൊരു മറയാണ്. അവിടെ മനുഷ്യൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, റൂഹിയായ കേൾവിയുണ്ട്, റൂഹിയായ കാഴ്ചയുണ്ട്, സ്വർഗ നരകങ്ങളുടെ മഖ്അദ് കാണുന്നുണ്ട്, ശിക്ഷകൾ അനുഭവിക്കുന്നുണ്ട്, അതിന്റെ അനുഭവങ്ങൾ അയാൾക്ക് ലഭിക്കുന്നുണ്ട്, അലറി കരയുന്നുണ്ട്, സുഖം ആസ്വദിക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ പരിമളങ്ങൾ നുകരുന്നുണ്ട്. അതൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ നമ്മൾ ഇന്ന് ഈ ശരീരത്തിൽ അനുഭവിച്ചതുപോലെയല്ല. അതൊരു മറ്റൊരു ഘട്ടമാണ്. മനുഷ്യന്റെ റൂഹ് മാത്രമായ ആത്മാവിന്റെ രൂപത്തിലുള്ള ആത്മീയമായ ഒരു ഘട്ടമാണ് ബർസഖ്. ഈ ദുനിയാവിൽ നിന്ന് മറയിടപ്പെട്ട ജീവിതമാണത്. അതിലും വിശ്വസിക്കണം. അതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അവിടെ മനുഷ്യർക്കൊക്കെയും വിചാരണയുണ്ട്. മുൻകർ നക്കീർ ഖബറിലേക്ക് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കും. എന്താണ് നീ ആചരിച്ച മതം? ആരുടെ ഇഷ്ടത്തിന് അഭിപ്രായത്തിനനുസരിച്ചാണ് നീ ജീവിച്ചത്? നീ നിന്റെ തോന്നിവാസത്തിനനുസരിച്ചാണോ ജീവിച്ചത്? അതല്ല, അള്ളാഹു ഇവിടെ ഇറക്കിയ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചാണോ നീ ജീവിതത്തെ ക്രമപ്പെടുത്തിയത്? മൻ നബിയുക മഹാദർ റജുലില്ലദീ ബുഇസ ഇലൈക്കും. പ്രവാചകന്റെ ചിത്രത്തെ കാണും, പ്രവാചകനെ കാണും. ആ കാഴ്ച കണ്ടിട്ട് ചോദിക്കും, ഈ മനുഷ്യനെ അറിയോ? ഈ മനുഷ്യൻ അയക്കപ്പെട്ട ഈ മനുഷ്യനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇതിനൊക്കെ വിശ്വാസിക്ക് മറുപടി ഉണ്ട്. വിശ്വാസമില്ലാത്ത ആളുകൾക്ക്, പരലോകത്തിന് വേണ്ടി ഒരുങ്ങാത്ത ആളുകൾക്ക് അതൊരു വെപ്രാളത്തിന്റെ, ഒരു വിധേയത്വത്തിന്റെ, ഒരു വ്യസനത്തിന്റെ ഒരു ശബ്ദമാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ആ വേദന കൊണ്ട് പുളയുന്ന, അതിഭയാനകമായി മനുഷ്യൻ പേടിച്ചു പോകുന്ന ഒരു രംഗം. ലാ അതിരി, എനിക്കറിയില്ല. ആളുകൾ പലതും പറഞ്ഞു കേട്ടിരുന്നു, എനിക്കറിയില്ല. ഇതാണ് മറുപടി. ഈ മറുപടി ചിലരൊക്കെ പറയുന്നതാണ്. ചില ആളുകളൊക്കെ ഈ മറുപടി ആയിരിക്കും പറയാ ബർസഖിയായ ലോകത്ത്. സഹോദരങ്ങളെ, ഇതൊരു വിശ്വാസമാണ്. ഈ വിശ്വാസം കൂടി ഉൾക്കൊള്ളുന്നതാണ് അന്ത്യനാളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, സൂറത്തുൽ ഇബ്രാഹിമിന്റെ 27-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു, അല്ലാഹ് ധൈര്യം കൊടുക്കുന്ന, അല്ലാഹ് ഉറപ്പിച്ചു നിർത്തുന്ന. ബിൽ ഖൗലി സാബിത്, ഉറച്ച വാക്കുണ്ട്. എന്താണ് ഉറച്ച വാക്ക്? പണ്ഡിതന്മാർ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉറപ്പ് കൊടുക്കും. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അള്ളാഹുവിനെ മാത്രം വിശ്വസിച്ച് ആചരിച്ച് അതിനനുസരിച്ച് കൊണ്ട് റബ്ബിന് മാത്രം കർമ്മങ്ങളെ സമർപ്പിച്ച് റബ്ബിനുള്ള ഗുണങ്ങൾ സത്തയിൽ, അതുപോലെ തന്നെ റബ്ബിന്റെ വിശേഷണങ്ങൾ, ഇതൊന്നും അല്ലാത്തൊരാൾക്കും ഉണ്ട് എന്ന് വകവെച്ചു കൊടുക്കാതെ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ച് ജീവിച്ച ആളുകൾ, അതാണ് തൗഹീദ്. ആ തൗഹീദ് അനുസരിച്ച് ജീവിച്ച ആളുകൾ, തൗഹീദിന്റെ ഏറ്റവും വലിയ കലിമയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവരെ ഉറപ്പിച്ചു നിർത്തുന്നുണ്ട്. പേടിക്കും, അവിടെ എല്ലാവരും പേടിക്കും. കാരണം ബർസഖ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ജീവിച്ച കളിയല്ല, ഇതുവരെ ജീവിച്ച ഒരു കളിയല്ല. മറ്റിവിടെ വിളിക്കുമ്പോ ഹയ്യ അലൽ സ്വലാ, നിസ്കരിക്കാൻ വരൂ, അത് കേട്ടിട്ടും കേൾക്കാതെ വണ്ടി ഓടിച്ചു പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ. ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കുന്നവരുണ്ട്. അവർക്ക് ചായയാണ് വലുത്. അവർക്ക്
മറ്റുള്ള പരിപാടികളിൽ സമ്മേളിക്കാനാണ് താല്പര്യം, പള്ളിയിൽ വരാനൊന്നും താല്പര്യമില്ല. ഈ ആളുകൾക്കൊക്കെ അതൊക്കെ ഗൗരവകരമായി കാണുന്ന ഒരു ഘട്ടമാണ് ബർസഖ്. ഇതൊക്കെ സീരിയസ് ആയിരുന്നു, ഇതൊക്കെ ഗൗരവമുള്ളതായിരുന്നു എന്നൊക്കെ മനുഷ്യൻ തിരിച്ചറിയുന്ന ഒരു ഘട്ടം മരിച്ചതിന് ശേഷം. ഒരു തിരക്കില്ല, ആർക്കും ഒരു തിരക്കില്ല, എല്ലാവരും അവിടെ എത്തിപ്പെട്ടു. ഒക്കെ സത്യമാണ് മനസ്സിലായി. ഖുർആനിൽ പറഞ്ഞതും ഹദീസിൽ പറഞ്ഞതും റസൂലുള്ളാഹി പറഞ്ഞതും ഒക്കെ സത്യമാണ് എന്ന് മരിക്കുന്നതോടുകൂടി, ഈ ശരീരം നഷ്ടപ്പെടുന്നതോടുകൂടി മനുഷ്യനെ ബോധ്യപ്പെടുകയാണ്. ആ ബോധ്യം അവൻ അവിടെ കിട്ടും എന്നുള്ളതാണ്. മറ്റൊന്നെന്താണ് പ്രിയപ്പെട്ടവര്? ഖബറിലുള്ള രക്ഷയും ശിക്ഷയും ഉണ്ട്. ബർസഖി ലോകത്ത് ഖബറിൽ രക്ഷയും ശിക്ഷയും ഒരു മനുഷ്യനെ കാത്തിരിക്കുന്നുണ്ട്. അത് വിശദമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മഖഅദുകൾ, സ്ഥാനങ്ങൾ ആ വ്യക്തിക്ക് കാണിക്കപ്പെടും. ഫിർഔനെ കുറിച്ച് പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തി. സൂറത്തുൽ ഗാഫിർ, അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ. നരകം കാണിച്ചു കൊടുക്കപ്പെടുന്ന, നരകം കാണിച്ചു കൊടുക്കും. ഗുദുവൻ വഅശിയ്യ, രാവിലെയും അശിയൻ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. ഈ രണ്ട് സമയങ്ങളിൽ നരകത്തെ കാണിക്കപ്പെടുമെന്നാണ്, നരകത്തെ കാണിക്കപ്പെടുമെന്നാണ്. അപ്പൊ എന്താണോ ഒരുവന് എത്തിപ്പെടാൻ അവൻ സമ്പാദിച്ച് കൂട്ടിയ, അവൻ അള്ള കൊടുത്ത കണ്ണുകൊണ്ട് എല്ലാവർക്കും കണ്ണ് പടച്ചോൻ കൊടുത്തു. അതിനനുസരിച്ച് കൊണ്ട് കാണേണ്ട കാഴ്ചകൾ ഏതാണെന്നും പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും നാവള്ള കൊടുത്തു. എല്ലാവർക്കും ഇച്ഛാ സ്വാതന്ത്ര്യം പടച്ചോൻ കൊടുത്തു. പക്ഷെ പലരും കണ്ടത് ഓരോരുത്തരും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളിലാണ് ജീവിച്ചത്. ആ ഇഷ്ടങ്ങളെ പടച്ചോൻ വിലയിരുത്തും. അതിനാണ് മാർക്ക്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകപ്പെടുന്നത്. ഓരോരുത്തരും അല്ല തന്നത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് കിട്ടിയ സുഖം വേറൊരു സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്. വേറൊരാൾക്ക് കിട്ടാത്തത് മറ്റൊരിടത്ത് അല്ല കൊടുത്തിട്ടുണ്ട്. എല്ലാവരോടും അള്ളാഹു നീതി കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയ സാഹചര്യങ്ങൾ അവനാന് സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും എളുപ്പപരമായ മാർഗമാണ്. നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ ജോലി, നമ്മുടെ വിവരമില്ലായ്മ അതൊക്കെ മോശമായി നമ്മൾ കാണുന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ കടക്കാൻ ഏറ്റവും നല്ല വഴി അതായതുകൊണ്ടാണ് അള്ളാഹു ആ സാഹചര്യം തന്നത്. ഒരു പക്ഷേ മറ്റൊരു സുഖകരമായ സാഹചര്യം അതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് നരകത്തിലേക്ക് പോകാവുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് അള്ളാഹ് എല്ലാവരോടും നീതി കാണിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവരോടും നീതി കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ സ്വർഗത്തിൽ എത്താവുന്ന വഴിയിലാണ് അള്ളാഹു ഓരോരുത്തരെയും ജനിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും കിട്ടിയ സന്ദർഭങ്ങളും സ്വർഗത്തിലേക്ക് ഏറ്റവും എളുപ്പമുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു ഘട്ടം സ്വർഗത്തിൽ ഉണ്ട് എന്നതാണ്. പണ്ഡിതന്മാർ ഖബർ ശിക്ഷയുടെ തെളിവായി കൊണ്ടാണ് ഈ വചനത്തെ, സ്വർഗ നരകങ്ങളെ കാണിക്കപ്പെടും എന്ന് പറയുന്ന വചനത്തെ തെളിവായി കൊണ്ട് ഉദ്ധരിക്കുന്നത്. മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിന്റെ മറ്റൊരു തലം എന്ന് പറയുന്നത് അശ്റാത്തു സഅ, അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ. അതിലും ഒരാൾ വിശ്വസിക്കണം. അതൊക്കെ ഈ വിശ്വാസത്തിന്റെ ഫുറൂഇയായ ഉപവിശ്വാസങ്ങളാണ്. ഇതൊക്കെ വിശ്വസിക്കണം. അപ്പോഴാണ് അന്ത്യദിനത്തിൽ ഒരാൾ വിശ്വസിച്ചു എന്ന് പറയുന്നത് സത്യമായി തീരുന്നത്. അല്ലാതിരുന്നാൽ അത് പൂർത്തിയാവില്ല. ആ വിശ്വാസം പൂർത്തിയാവുന്നില്ല. ഒന്നും ഈ കണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ദജ്ജാലിനെ കൊല്ലുമെന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിവേഗത്തിൽ ഒരാളെ കൊന്നൊടുക്കാൻ, ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കാനുള്ള സംവിധാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങളും ബോംബർ വിമാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ കേവലം ഒരു വാളുകൊണ്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ അതൊരു സിംബോളിക്കായ പ്രയോഗമല്ലേ? അതൊരു ആലങ്കാരികമായി പ്രയോഗിച്ചതായിരിക്കും. ഒരു മിന്നൽ പിണർ പോലെ വന്ന് മരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുക മനുഷ്യന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ്. അതിനെ നിഷേധിക്കുന്ന മറ്റൊരു രൂപമാണത്. അതിനെ വ്യാഖ്യാനിച്ചൊപ്പിക്കുക. ദജ്ജാലിനെ കുറിച്ച് പറയുന്ന പരാമർശങ്ങളുള്ള ഹദീസുകൾ അതൊന്നും മനസ്സിലേക്കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവിടേക്കൊക്കെ അവിടേക്കൊക്കെ എത്തും. അന്ത്യനാളുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചെറുതും വലുതുമായ എല്ലാ അടയാളങ്ങളും അതൊക്കെ പുലരുമെന്നാണ്. അതൊക്കെ പുലരും. ചെറിയ അടയാളങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞത് അറിവ് ഉയർത്തപ്പെടും. അറിവുള്ള ആളുകളൊക്കെ ഇങ്ങനെ മരിച്ചു പോകും. എന്നിട്ട് ആളുകൾക്ക് തോന്നിയത് പറയാൻ തുടങ്ങും. സ്വന്തം തോന്നിയത് അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങുമെന്നാണ്. അതുപോലെ തന്നെ ഫിത്നകൾ ധാരാളമായി കൊണ്ട് വർദ്ധിക്കും. ഈമാൻ അനുസരിച്ച് ജീവിക്കാൻ ഒരാൾക്ക് സാധ്യമാവൂല. വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ഒരു മനുഷ്യന് സാധ്യമാവുകയില്ല. ഫിത്നകളുടെ വർധനവ് കൊണ്ട് ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി എന്ത് ചിന്തിക്കും? ഖബറിന്റെ അരികിലൂടെ പോകുന്നത് കണ്ടാൽ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യനാണ് ഞാനായിരുന്നെങ്കിൽ ഈ ഫിത്നകൾ എനിക്ക് നേരിടേണ്ടി വരുമായിരുന്നില്ലല്ലോ, ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ ഈ ഫിത്നകളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് വിശ്വാസി ചിന്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെയുള്ള തലയ്ക്ക് ഈമാൻ പരീക്ഷിക്കപ്പെടുന്നു.
ഒരു തീക്കട്ട കയ്യിൽ പിടിച്ച ഒരു മനുഷ്യനെ പോലെ, അത് കുടഞ്ഞെറിയാൻ അയാൾ വെമ്പുന്നത് പോലെ, വെപ്രാളപ്പെടുന്നത് പോലെ, അതുപോലെ ആയിരിക്കും പരീക്ഷണങ്ങൾ വിശ്വാസിക്ക് തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുമെന്ന്. മറ്റൊന്ന് വലിയ അടയാളങ്ങൾ, അന്ത്യനാളിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞ ഒരുപാട് വലിയ അടയാളങ്ങളുണ്ട്. ദജ്ജാലിന്റെ പുറപ്പാട്, ചില പ്രത്യേക കഴിവുകളൊക്കെ ദജ്ജാലിനുണ്ട്. ആ കഴിവുകൾ ഉപയോഗിച്ച് പരീക്ഷണങ്ങളായി വിശ്വാസികളുടെ മുമ്പിൽ വരും. അത് റസൂലുള്ള അറിയിച്ചിട്ടുമുണ്ട്. അവിടെ എങ്ങനെ പ്രതികരിക്കണമെന്നൊരു വിശ്വാസിക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്, പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകാശ ലോകത്തിൽ നിന്ന് അവതരിക്കും, അത് റസൂലുള്ള പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ യജൂജ് മഅജൂജ് മനുഷ്യരാശിക്ക് ഏറ്റവും വിപത്തുണ്ടാക്കുന്ന ഒരു വിഭാഗമുണ്ട്, അവർ ഈ ഭൂമിയിലുണ്ട്, ഇന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ എത്ര ഉയർന്നു, നമ്മൾ എത്രത്തോളം ഉന്നതിയിലേക്ക് പോയി, എന്നിട്ടും ഈ ഭൂമിയിലുള്ള അങ്ങനെ ഒരു വിഭാഗത്തെ കുറിച്ച് കേട്ടുകേൾവി പോലുമില്ല, അങ്ങനെ കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടില്ല. അത്തരം ഒരു വിഭാഗത്തിന്റെ പുറപ്പാട് അത് ഉണ്ടായിരിക്കും എന്ന് റസൂലുള്ള പറഞ്ഞതാണ്. അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം, അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് സൂര്യൻ ഉദയം ചെയ്യും. ഇതൊക്കെ വലിയ അടയാളങ്ങളാണ്. അന്ത്യനാളിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞ ഒരുപാട് വലിയ അടയാളങ്ങളിൽ ചില അടയാളങ്ങളാണ്. ഇതിലൊക്കെയുള്ള വിശ്വാസം ഒരാൾക്ക് വരുമ്പോഴാണ്, അതിലും കൂടി ഒരാൾ കുറച്ച് വിശ്വസിക്കുമ്പോൾ മാത്രമേ അന്ത്യദിനത്തിൽ ഒരാൾ വിശ്വസിച്ചു എന്ന് പറയാൻ സാധ്യമാവുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഹൽ യൻദുറൂൻ ഇല്ല സ്സാഅത അൻ യഅതിയഹും ബഗ്ത. പെട്ടെന്ന് അന്ത്യനാൾ ഇങ്ങനെ കടന്നു വരും എന്നാണോ അവർ വിചാരിക്കുന്നത്? ഇപ്പൊ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണോ? അവര് റെഡിയാണോ? അന്ത്യദിനം വന്നാൽ അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയാകാൻ അവർക്ക് കരുത്തുണ്ടോ? അവർ റെഡിയാണോ? അതിനൊരുങ്ങി നിൽക്കുകയാണോ അവർ? വിചാരണ ചെയ്യപ്പെടാൻ, സ്വർഗ നരകങ്ങൾക്ക് അതിന് സാക്ഷിയായി തീരാൻ, വിചാരണ റബ്ബിന്റെ മുമ്പിലേക്ക് വന്നു നിൽക്കാൻ മാത്രം അവർ പര്യാപ്തരാണോ? അവർ പ്രാപ്തിയുള്ളവരാണോ? ഖുർആന്റെ ചോദ്യമാണ്. ഫഖദ് ജാഅ അശ്റാതുഹാ, അതിന്റെ അടയാളങ്ങളൊക്കെയും ഒന്നിനു പുറകെ ഒന്നായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മറ്റൊന്നെന്താണ് പ്രിയപ്പെട്ടവരെ? സൂറിലുള്ള ഊത്താണ്, കാഹളത്തിലുള്ള ഊത്ത്. ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ആ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല നാശത്തിലേക്ക് മാറ്റുന്നതാണ്. ഈ ലോകത്തെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാശത്തിലേക്ക് മാറ്റും. അതിനുള്ളൊരു സമയം അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ സമയത്തിന് കാത്തിരിക്കുകയാണ് ഇസ്രാഫീൽ എന്ന മലക്ക്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഞാൻ എങ്ങനെ കൈഫ അൻഅമു, ഞാൻ എങ്ങനെ സന്തോഷിക്കും സ്വഹാബത്തെ. വഇന്ന സാഹിബസൂരി ഹനാ ജബഹതഹു, നെറ്റി ചുളിച്ച് അള്ളാന്റെ കൽപ്പനയ്ക്കും വേണ്ടി കണ്ണിമ വെട്ടാതെ സൂറിൽ കാഹളത്തിൽ, ഈ ലോകത്തിന്റെ മുഴുവൻ നാശത്തിനുള്ള പ്രകമ്പന കാഹളത്തിന് വേണ്ടി അനുവാദം ചോദിച്ചിരിക്കുകയാണ് ഒരു മലക്ക്. അദ്ദേഹത്തിന്റെ നെറ്റി ചുളിഞ്ഞിട്ടുണ്ട്. ആ കാഹളം മുഴക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞതാ? 1500 കൊല്ലം മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞു. 1500 കൊല്ലം മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ എത്രത്തോളം അന്ത്യനാളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. 2 ഊത്തുണ്ടായിരിക്കുന്ന കാഹളത്തിൽ 2 തവണ ഊതപ്പെടും. വനുഫിഖ ഫിസ്സൂരി ഫസഇക മൻ ഫിസ്സമാവാതി വൽ അർള്. കാഹളത്തിൽ ഊതപ്പെടും. സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഫസഇക മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർള്, ആകാശഭൂമികളിലുള്ളവരെല്ലാം സ്തബ്ധരായി വീഴും. അവരൊക്കെയും നശിപ്പിക്കപ്പെടും, അവരൊക്കെയും മരണപ്പെട്ടു പോകും. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല 40 വർഷങ്ങൾ അതിനെ തുടർന്നുള്ള നടപടികൾ ഈ ലോകത്തുണ്ടായിരിക്കും. ഇന്നമാ ബൈന നഫ്ഖതൈൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. 2 ഊത്തുകൾക്കിടയിൽ 40 വർഷങ്ങൾ ഉണ്ടായിരിക്കുമെന്ന്. ആ 40 വർഷങ്ങൾ അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നടക്കപ്പെടും. ഈ ഭൂമി വിചാരണയ്ക്ക് വേണ്ടിയുള്ള മഹ്ശറിലേക്ക് മാറ്റപ്പെടും. ഈ ഭൂമി ഇന്ന് കാണപ്പെടുന്ന ഭൂമിയല്ലാതെ ഈ ലോകം മാറും, മുഴുവൻ മാറും. എന്നിട്ട് വിചാരണ നടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല. വീണ്ടും കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഖബറുകളിൽ നിന്നും മനുഷ്യർ വീണ്ടും പുനർജീവിപ്പിക്കപ്പെടും. അതാണ് ബഅസ്, അതാണ് പുനരുദ്ധാരണം എന്ന് പറയുന്നത്. ആ പുനരുദ്ധാരണത്തിലുള്ള വിശ്വാസവും ഇതിന്റെ ഭാഗമാണ്. സഹോദരങ്ങളെ, ഈ നിലക്ക് നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ എന്താണെന്നും അത് കൃത്യമായി ചെറിയ കുട്ടികൾ എണ്ണി പഠിക്കുന്നത് പോലെ അതിന്റെ പാഠപുസ്തകങ്ങളും അതിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളും അതിന്റെ പ്രഭാഷണങ്ങളും അതിനെക്കുറിച്ചുള്ള വിജ്ഞാനവും ഒക്കെ നമ്മുടെ ഉള്ളിൽ വേണം. പലതും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഹദീസിലും ഖുർആനിലും ഒന്നും അറിയാത്ത വിഷയങ്ങൾ പലരും, എല്ലാ ആളുകൾക്കും
അറിവ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ആരെങ്കിലുമൊക്കെ വാതോരാതെ സംസാരിക്കുന്ന അതാണ് അറിവ്. അടിസ്ഥാനങ്ങളിൽ നിന്ന്, അത് പഠിച്ച ആൾക്കാരിൽ നിന്നാണ്, അടിസ്ഥാനങ്ങളിൽ നിന്നാണ് അറിവ് മനസ്സിലാക്കേണ്ടത്. അത് കേവലം ഏതെങ്കിലും ഒന്ന് പരിഭാഷ വെച്ച് വായിച്ചാൽ അതിൽ മാത്രം പരിമിതപ്പെടരുത്. അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കില്ല. ഒരു ലഫ്ളിന്റെ അർത്ഥം തിരിച്ചാൽ മതി. ഒരു ലഫ്ളിന്റെ ദജ്ജാലിനെ കുറിച്ച് മുൻകാലങ്ങളിൽ ഇവിടെ പറയപ്പെട്ടവരിൽ, ഈ കേരളക്കരെ കണ്ടവരിൽ ദജ്ജാൽ ട്രെയിനാണെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. അങ്ങനെ ദജ്ജാൽ അതിവേഗത്തിൽ എത്തുന്ന ഒരു സംവിധാനം അപ്പോൾ ആലോചിച്ചപ്പോൾ കിട്ടിയത്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അതിവേഗത്തിൽ എത്തപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോൾ അതിങ്ങനെ പോയി, പഴച്ചുപോയി. വ്യാഖ്യാനിച്ചതാണ്, പക്ഷെ നിഷേധമാണ്. വ്യാഖ്യാനം എന്നാണ് പേര്, പക്ഷെ നിഷേധമാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനങ്ങൾ ശരിപ്പെടുത്തണം. നമ്മുടെ വിശ്വാസങ്ങൾ ശരിയാവണ്ണം ശരിയായ സ്രോതസ്സിൽ നിന്നും അറിവുള്ളവരിൽ നിന്നും അറിവ് സ്വീകരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ പിഴവ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കും. അതുകൊണ്ട് കൃത്യമായി നമ്മുടെ വിശ്വാസങ്ങളെ ശരിപ്പെടുത്തുക, അത് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനസല്ലി വനസല്ലിമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഉസിക്കും വയ്യായ സനീം ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പറഞ്ഞു വന്നത്, അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിക്കേണ്ട വിശ്വാസങ്ങളിലെ 6 കാര്യങ്ങളിൽ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അന്ത്യദിനത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച്, അതിൻ്റെ ഫുറൂഇയായ ഉപവിശ്വാസങ്ങളെ കുറിച്ചാണ്. ആ ഉപവിശ്വാസങ്ങളിൽ പിന്നീട് നമ്മൾ വിശ്വസിക്കേണ്ട മറ്റൊന്ന് മഹ്ശർ എന്നുള്ളതാണ്. മഹ്ശർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുന്ന സ്ഥലം, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം. അതാണ് മഹ്ശർ എന്ന് പറഞ്ഞാൽ. ഹശറാത്ത് എന്ന് പറഞ്ഞാൽ പ്രാണികളാണ്, ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അതിനാ പേര് വന്നത്. ഹശറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടൽ എന്നാണ്. അപ്പൊ മഹ്ശർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സ്ഥലത്ത്, പ്രത്യേകമായ ഒരു സ്ഥലത്ത്, രണ്ടാമത് വീണ്ടും സൂറിൽ ഊതപ്പെടുമ്പോൾ, കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ വീണ്ടും പുനർജനിക്കും. ബല ഖാദിരീന അല അൻ മുസവ്വിയ ബനാന. മനുഷ്യൻ വ്യത്യസ്തനാണ്. അവന്റെ ഈ ലോകത്തുള്ള 800 കോടിക്കടുത്ത് മനുഷ്യർ ഈ ലോകത്ത് ഇന്ന് നിലവിലുണ്ട്. ആ 800 കോടി മനുഷ്യരുടെയും കൈവിരലുകൾ വ്യത്യസ്തമാണ്. മുടിയിഴകളിൽ ആ വ്യത്യാസമുണ്ട്, കണ്ണുകളിൽ ആ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ണ് വെച്ച് ഓരോ ആളുകൾ തിരിച്ചറിയാൻ, വിരലുകൾ വെച്ച് ഓരോ ആളുകളെ തിരിച്ചറിയാനൊക്കെ പറ്റുന്നത് ആ വ്യത്യാസം അവരിൽ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അള്ളാഹു അതേ തികവോടുകൂടി, അതുപോലും മാറാതെ ഓരോ വരകളും അതുപോലെ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരെയും പുനർജീവിപ്പിക്കും. എന്നിട്ട് അള്ളാഹു ചോദിക്കും ഓരോ മനുഷ്യരോടും അവരവർ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെ കുറിച്ച് അള്ളാഹു വിചാരണ നടത്തും. അതാണ് മഹ്ശർ. ആ മഹ്ശർ മറ്റേതെങ്കിലും ലോകത്തല്ല, എവിടെക്കെങ്കിലും എല്ലാവരെയും കൂടി കൊണ്ടുപോകലല്ല. ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹ്ശർ അത് വിചാരണ നടത്തിയിട്ടാണ് സ്വർഗ നരകങ്ങളിലേക്ക് മനുഷ്യൻ യാത്രയാവുക. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ. സൂറത്ത് മറിയമിന്റെ 85-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, യൗമ നഹ്ശുറുൽ മുത്തഖീൻ, സത്യവിശ്വാസികളെ പരമകാരുണികനായ അള്ളാഹുവിന്റെ അരികിലേക്ക് സംതൃപ്തിയോടുകൂടി ഒരുമിച്ച് കൂട്ടപ്പെടും. അള്ളാഹുവിന്റെ തൃപ്തിയിലായിരിക്കും ആ മനുഷ്യർ. ദുനിയാവിൽ കടിച്ചു പിടിച്ച് പരീക്ഷണങ്ങളിൽ പതറാതെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റിവെച്ച് ദീനനുസരിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ അള്ളാഹ് കൊടുക്കുന്ന സമ്മാനമാണ് അവർക്ക് പരലോകത്തുള്ള നിർഭയത്വം എന്ന് പറയുന്നത്. പിന്നീട് ഓരോരുത്തരുടെയും കർമ്മ പുസ്തകങ്ങൾ നൽകപ്പെടുമെന്നാണ്. കർമ്മ പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ. ഒരാളും ഇവിടുന്ന് ചെയ്തത് ഒന്നും മായ്ക്കപ്പെടുന്നില്ല. നമ്മൾ എന്തു ചെയ്താലും അതൊക്കെയും പിടികൂടപ്പെടും. ആരും രക്ഷപ്പെടുന്നവരല്ല. ഒരു ചിന്തിച്ച ചിന്തയും, ഒരു നോക്കിയ നോട്ടവും, ഒരു സംസാരിച്ച വാക്കും ഒന്നും മായ്ക്കപ്പെടുകയില്ല. നമ്മൾ എന്തൊക്കെ ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയോ അത് മുഴുവൻ ആ കർമ്മ പുസ്തകത്തിൽ നൽകപ്പെടുമെന്നാണ്. മനുഷ്യർ അണിനിരക്കുന്ന ആ സ്വഫിലൂടെ മലക്കുകൾ കടന്നു വരും. എന്നിട്ട് അവരുടെ കർമ്മ പുസ്തകങ്ങൾ വലത് കൈയിൽ മുൻപിലൂടെ വെക്കപ്പെടും. ആ വെക്കപ്പെടുന്നവരാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവർ.
അതിൽ ലഭിക്കാത്ത ആളുകൾക്ക് ഇടത് കൈയിൽ പിറകിലൂടെ ലഭിക്കപ്പെടും. അതും കർമ്മരേഖ തന്നെയാണ്. പക്ഷേ അവരുടെ പരീക്ഷണങ്ങളിൽ പതറിപ്പോയ, പരാജയപ്പെട്ടു പോയ വിശ്വാസികളല്ലാത്ത ആളുകൾ, അവർ നരകത്തിലേക്കുള്ള ആളുകളാണ്. അവർ സിജ്ജീനിന്റെ ആളുകളാണ്. ആ ആളുകൾക്ക് കർമ്മരേഖ നൽകപ്പെടും എന്നുള്ളതാണ്. മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ, മീസാൻ, തുലാസ് എന്നാണ് മലയാളത്തിൽ ഭാഷാന്തരം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. നമ്മളെ നാട്ടിൽ കാണുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറിയും തൂക്കുന്ന തുലാസായിട്ട് അതിനെ കാണരുത്. അത് മനസ്സിലാക്കപ്പെടാൻ, അതിലൂടെ നടക്കുന്ന കാര്യം എന്ത് എന്ന് മനസ്സിലാക്കാൻ ആളുകൾക്ക് ഇത് മനസ്സിലാവണമല്ലോ. ഒരു കാര്യത്തിൽ വിശ്വസിക്കണമെങ്കിൽ അത് എന്ത് എന്ന് മനസ്സിലാവണം. മനുഷ്യരുടെ കർമ്മങ്ങളാണ് അത് വിചാരണ ചെയ്യപ്പെടുക. മനുഷ്യരുടെ കർമ്മങ്ങൾക്കൊക്കെ രൂപം കൊടുക്കും. നമ്മൾ ഉള്ളിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ വിശ്വസിച്ച നീയത്തിന് അള്ള രൂപം കൊടുക്കും. നമ്മുടെ മനസ്സിലുള്ള പടച്ചോനെ പേടിക്ക് അള്ള രൂപം കൊടുക്കും. അള്ളാഹുവിനെ വിളിച്ച വിളിക്ക്, ആ ഉള്ളിലുള്ള വിശ്വാസത്തിന്, തവക്കുലിന്, ബരമേൽപ്പിക്കലിന് അതിനൊക്കെ ഓരോ രൂപങ്ങൾ കൊടുക്കും. എന്തിനാ? പ്രതിഫലം നൽകപ്പെടാൻ. ഓരോ കർമ്മങ്ങളും വിശ്വാസിക്ക് കണ്ട് അത് പൂർത്തീകരിച്ച് അതിന് അള്ളാഹു ഒരു കണക്കായ പ്രതിഫലം നൽകി കർമ്മങ്ങൾ അത് തൂക്കപ്പെടും. മനുഷ്യനെ തന്നെയും തൂക്കുമെന്നാണ്. ആ മീസാനിൽ കർമ്മങ്ങൾ മാത്രമല്ല തൂക്കുക, ഓരോ മനുഷ്യനും തൂക്കപ്പെടുമെന്നാണ്. വിശ്വാസി കനം തൂങ്ങും, അവൻ സ്വർഗത്തിന്റെ അഹലുകാരായി മാറ്റി നിർത്തപ്പെടും. അപ്പോൾ ഇത് അവിടെ സംഭവിക്കുന്ന ഒന്നാണ്. ന്യായാന്യായങ്ങളുടെ വിധി നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുലാസുകൾ കൊണ്ട് അത് സ്ഥാപിക്കപ്പെടും. അതിനനുസരിച്ച് കൊണ്ട് മനുഷ്യരുടെ കർമ്മങ്ങൾ തൂക്കപ്പെടും എന്നാണ്. പിന്നീട് ഹിസാബുണ്ട്. ഹിസാബും ഈ വിശ്വാസത്തിന്റെ ഉള്ളിലാണ് പെടുന്നത്. ഹിസാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹും അടിമയും തമ്മിലുള്ള കണക്ക് നോക്കലാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, എത്ര കണക്കിന് ആളുകളുണ്ട് ഈ ലോകത്ത് വന്നവർ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈ ലോകത്ത് അവസാനം വന്ന മനുഷ്യർ, അവരൊക്കെയും അള്ളാഹുവിന്റെ മുമ്പിൽ നിർത്തപ്പെടുമല്ലോ. അള്ളാന്റെ മുമ്പിൽ നിർത്തപ്പെടുമല്ലോ. ലൈസ ബൈനഹു വ ബൈനല്ലാഹി തർജുമാൻ. അള്ളാഹുവിനും ആ അടിമക്കും ഇടയിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കാനും പറയാനും ഒരു മീഡിയേറ്റർ ഇല്ല. ഒരു മലക്ക് വന്ന് നിൽക്കുന്നില്ല, ഇവൻ എന്താ പറയണത്. അള്ള പറയണത് ഇങ്ങോട്ട് മനസ്സിലാവും, ഇവൻ തിരിച്ചു മറുപടി അത് തിരിച്ചും. ലൈസ ബൈനഹു വ ബൈനല്ലാഹി തർജുമാൻ. ഭാഷാന്തരം നടത്താൻ ആള് വേണ്ട. അള്ളാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത്, അവിടെ വെച്ച് എല്ലാം ചോദിക്കപ്പെടും. ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കാതെ വിചാരണ നടത്തും. അതാണ് വിചാരണ. അത് ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കാണ് വിചാരണ. ഒരാളെയും രക്ഷപ്പെടുത്താൻ ഉണ്ടാവുകയില്ല. നമ്മൾ ഈ ദുനിയാവിൽ ചെയ്ത കർമ്മങ്ങളാണ് അതിൻ്റെ നിദാനമായി കൊണ്ട് പ്രവർത്തിക്കുന്നത്. മറ്റൊന്നെന്താണ് സഹോദരങ്ങളെ? നരകത്തിന്റെ അരികിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകുന്നു. നരകത്തിന്റെ അരികിൽ എല്ലാവരെയും കൊണ്ടുപോകും. ആ നരകത്തിന് മുകളിലൂടെ മനുഷ്യർക്ക് ഒരു പരീക്ഷണമുണ്ട്. അതാണ് സിറാത്ത്. അത് സിറാത്താണ്. ആ സിറാത്തിലൂടെ കടന്നു പോകുമ്പോൾ കൂരിരുട്ടുള്ളതാണ്. നരകത്തിന് മുകളിലാണെങ്കിലും അടിയിൽ നരകത്തീനാളങ്ങളാണെങ്കിലും, പക്ഷെ കൂരിരുട്ടിലൂടെയാണ് മനുഷ്യരെ കടത്തിവിടുന്നത്. പിന്നീട് ഓരോ മനുഷ്യനുമുള്ള പ്രകാശം എന്ന് പറയുന്നത്, ആ നരകത്തിനു മുകളിലുള്ള സിറാത്തിലൂടെ കടന്നു പോകാൻ ഓരോ മനുഷ്യനും പ്രകാശം നൽകപ്പെടും. ആ പ്രകാശം ഓരോ വ്യക്തിയുടെയും സ്വീകരിക്കപ്പെട്ട കർമ്മങ്ങൾക്കനുസരിച്ചാണ്. ഹിസാബ് നടന്നപ്പോ, വിചാരണ നടന്നപ്പോ കർമ്മങ്ങളെമ്പാടും ഉണ്ടായിട്ടുണ്ട്. സ്വീകരിക്കപ്പെട്ട കർമ്മങ്ങൾക്കനുസരിച്ചാണ്. എത്ര കർമ്മം സ്വീകരിച്ചു, എത്ര ചെയ്തു എന്നല്ല, സ്വീകരിക്കപ്പെട്ടത് എത്ര. ആ കർമ്മത്തിനനുസരിച്ചുകൊണ്ട് പ്രകാശം നൽകപ്പെടും, അതിലൂടെ സഞ്ചരിക്കപ്പെടും. എന്നിട്ടാണ് വീണ്ടും സ്വർഗത്തിലേക്ക് വീണ്ടും ഒരുപാട് കടമ്പകൾ പിന്നെയും ഉണ്ട്. ഹൗലിനുള്ള വിശ്വാസം എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുളമാണ് ഹൗല് എന്ന് പറയുന്നത്. വെളുത്ത പാനീയം, പാലിനേക്കാൾ ശുഭ്ര നിറമുള്ള വെളുത്ത നിറമുള്ള പാനീയമാണ്. ആകാശലോകത്തെ നക്ഷത്രങ്ങൾ അതിനേക്കാൾ അധികമായി അതിൽ കോപ്പകൾ ഉണ്ടായിരിക്കുമെന്ന്. അത്ര വിശാലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച 40 വർഷത്തെ വഴിദൂരത്തിൽ വിശാലമായ 4 ഇടങ്ങളുള്ള സ്വർഗത്തിൽ നിന്നും സ്വർഗീയ നദിയായ കൗസർ എന്ന നദിയിൽ നിന്നും അതിലേക്ക് പാത്തിവെച്ച് ജലം സ്വീകരിക്കപ്പെടുന്ന ആ ഹൗല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. മറ്റു അമ്പിയാക്കൾക്കൊക്കെ ഉള്ളതുപോലെ ആ ഹൗലുൽ കൗസറിൽ ബിദ്അത്തിന്റെ ആളുകൾ, പുത്തൻ ആചാരത്തിന്റെ വക്താക്കൾ തടയപ്പെടും എന്ന് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെ തുടർന്നുള്ള 2 വിശ്വാസങ്ങൾ കൂടിയുണ്ട്. അതൊന്ന് ശഫാഅത്താണ്, ശുപാർശയാണ്.
ചില വ്യക്തികളെ മാറ്റി നിർത്തി അള്ളാഹ് അനുവാദം നൽകും, ഇവരുടെ വിഷയത്തിൽ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടെങ്കിൽ ആ ശഫാഅത്ത് സ്വീകരിക്കപ്പെടും. അതെല്ലാ ആളുകളും അതിൽ രക്ഷപ്പെട്ടുകൊള്ളുന്നില്ല. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശയിൽ വിചാരണ നടത്തപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട ആളുകളിൽ അള്ളാഹ് അനുവാദം കൊടുത്ത ആളുകൾ ആ അനുവാദം കൊടുത്തവരുടെ വിഷയത്തിൽ ശുപാർശക്ക് ആവശ്യപ്പെടും. റസൂലുള്ളാഹി സുദീർഘമായി സുജൂദ് ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ആ ശഫാഅത്ത് അവിടെ നടത്തപ്പെടും. റസൂലുള്ളാഹി മാത്രം നടത്തുന്ന 8 ശഫാഅത്തുകൾ മറ്റ് അമ്പിയാക്കൾ ശഫാഅത്ത് നടത്തും. മലായികത്തുകൾക്ക് ശഫാഅത്ത് ഉണ്ട്, മുഅ്മിനീങ്ങൾക്ക് ശഫാഅത്ത് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയും നരകമോചനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും ഒരു ഊഴമുണ്ട്. അതൊക്കെ അവിടെ നടക്കും. അതുപോലെ തന്നെ സ്വർഗ നരകങ്ങൾ, ഈ ലോകത്തെക്കാളും ഈ പ്രപഞ്ചത്തെക്കാളും വിശാലമായ സ്വർഗ നരകങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, സൂര്യനെ നരകത്തിൽ വലിച്ചു വീഴ്ത്തും. സൂര്യനെ ആരാധിച്ച സൂര്യാരാധകർക്ക് അവരെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചത് പ്രകാരം സൂര്യന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളുന്നതാണ്. 13 ലക്ഷം, 13 ഭൂമിയല്ല. അപ്പൊ തന്നെ നരകത്തിന്റെ വിശാലത ആലോചിക്കാം. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ വിശാലമാണ് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടത് പ്രകാരം സൂര്യന്റെ വലുപ്പം എന്ന് പറയുന്നത്. ആ സൂര്യൻ വലിച്ചു വീഴ്ത്തപ്പെടുമെന്ന് പറഞ്ഞ നരകത്തിന്റെ വലുപ്പത്രയായിരിക്കും. ഈ ലോകത്തെ പ്രപഞ്ചത്തെ വിശാലമായ നരക സ്വർഗങ്ങൾ, അത് കേവലം ഒരു കുഴിയോ ഒരു കിണറോ ഒന്നുമല്ല. അത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ വിശ്വാസത്തെ പഠിക്കുകയും ആ പഠിച്ച വിശ്വാസത്തിനനുസരിച്ചുകൊണ്ട് ജീവിതം സംസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ധാരാളം കർമ്മങ്ങളുമായി റബ്ബിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉറക്കെ പറഞ്ഞ് മരം വരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ കടം വീടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ രോഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് യുദ്ധത്തിന്റെ കെടുതിയിൽ അകപ്പെട്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.